കെഎസ്ആർടിസിയുടെ പുകപരിശോധനാ കേന്ദ്രത്തിൽ തട്ടിപ്പ്. കണ്ണൂർ പയ്യന്നൂർ ഡിപ്പോയിലെ കെഎസ്ആർടിസിയുടെ പുകപരിശോധനാ കേന്ദ്രത്തിൽ വാഹനം എത്തിക്കാതെ പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് നൽകി. വാഹനങ്ങളുടെ ഫോട്ടോ നൽകിയതിലും തിരിമറിയുണ്ട്. കെ സ്റ്റെഫിൻ ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, എന്ത് തിരിമറി, അട്ടിമറി ഉണ്ടാകുന്നുണ്ട്? പ്രജീഷ്, ഈ പുകപരിശോധനാ കേന്ദ്രം KSRTC തുടങ്ങിയതിന് രണ്ട് കാരണങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഒന്ന്, ടിക്കറ്റേതര വരുമാനം ഉണ്ടാക്കുക, ഒപ്പം തന്നെ ഭീമമായ തുകയായിരുന്നു KSRTC പുക പരിശോധനയ്ക്ക് വേണ്ടി സ്വകാര്യ കമ്പനികൾക്ക് നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ KSRTCക്ക് സ്ഥലമുണ്ട്, സ്വന്തമായി തുടങ്ങിക്കഴിഞ്ഞാൽ ആ പണമെല്ലാം സ്വന്തം ഫണ്ടിലിരിക്കും എന്നുള്ളതൊക്കെയായിരുന്നു കണക്കൂട്ടൽ. പക്ഷേ എന്നാൽ പുകപരിശോധനാ കേന്ദ്രങ്ങൾ തുടങ്ങിയതിന് പിന്നാലെ പലതരത്തിലുള്ള തട്ടിപ്പുകളാണ് പിടിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും പലയിടത്തും കുറേ സ്ഥലത്ത് ഇതുപോലെ പുകപരിശോധനാ കേന്ദ്രം തുടങ്ങിയിട്ടുണ്ട്. ഓരോ ജില്ലകളിലെയും ബസ്സുകൾ ആ പുകപരിശോധനാ കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് പുക പരിശോധന സർട്ടിഫിക്കറ്റ് എടുക്കുക എന്നതാണ് നിലവിൽ ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ എന്നാൽ ഇതിന് മറവിൽ ബസ്സുകൾ എത്തിക്കാതെ പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് തോന്നുംപടി അടിച്ചിറക്കുന്ന ഒരു രീതിയുണ്ട്. അത് നേരത്തെയും പിടിക്കപ്പെട്ടതാണ്. എന്നാൽ വീണ്ടും ഇത് ആവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറെ ഗൗരവതരമായിട്ടുള്ള കാര്യം. ഇപ്പോൾ രണ്ട് ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പയ്യന്നൂർ ഡിപ്പോയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ടുള്ള സന്തോഷ്, മെക്കാനിക് ആയിട്ടുള്ള VP അബ്ദുൽ സലാം എന്നീ രണ്ട് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കാഞ്ഞങ്ങാട് ഉള്ള വണ്ടിക്ക്, അവിടെ ഓടുന്ന വണ്ടിക്ക് ആ വണ്ടി ഇവിടെ കൊണ്ടുവരാതെ, പയ്യന്നൂരിൽ കൊണ്ടുവരാതെ പുകപരിശോധന സർട്ടിഫിക്കറ്റ് നൽകി എന്നുള്ളതാണ്. അതിൻ്റെ ചിത്രം, ആ പയ്യന്നൂരിൽ കിടന്ന ഏതോ ഒരു ബസ്സിൻ്റെ ചിത്രം ഈ പുകപരിശോധനയ്ക്ക് വേണ്ടി എടുത്തു എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ പരാതിയായി ഉയർന്നിരിക്കുന്നത്. ഏതായാലും രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ നടപടി വരുന്നു. ഇനി കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള പരിശോധനയും വ്യാപനം ആക്കിയിട്ടുണ്ട്. ശരി, സ്റ്റെഫിനാണ് ഇവരെ നൽകിയത്. KSRTCയുടെ പുകപരിശോധനാ കേന്ദ്രത്തിൽ തട്ടിപ്പ് നടപടിയും വരികയാണ്.